പോകുന്നത് സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലത്തിലെയും സിറ്റിംഗ് എംപിമാരുടെ ഒരു വിലയിരുത്തലിലേക്കാണ്. ഓരോ എംപിമാരും അവരുടെ മണ്ഡലങ്ങളിൽ എന്തു ചെയ്തു, 5 വർഷം മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലായോ, ഉറപ്പുകൾ പാലിച്ചോ? നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എംപി ആയിട്ടുള്ള ശശി തരൂരിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തെ സിറ്റിംഗ് എംപിയാണ്. വന്ന അന്നു മുതൽ നൽകിയ വാഗ്ദാനങ്ങൾ, ഉറപ്പുകൾ അതൊക്കെ യാഥാർത്ഥ്യമായോ? ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് ചെയ്യാൻ? തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ട് മടങ്ങി വരാം. MLA-മാർക്ക് 6 കോടിയുടെ നിയോജക മണ്ഡലത്തിൽ MP-ക്ക് ആകെ ഒരു 50 ലക്ഷമേ ഉള്ളൂ. ആ 6 കോടി രേഖ. കാരണം ഞങ്ങൾക്ക് 7 നിയോജക മണ്ഡലത്തിലത്തെ 5 കോടി, അതിലത്തെ 25% SC/ST പ്രോജക്റ്റ് മാത്രം. അതുകൊണ്ട് അവസാനത്തിൽ 3.5 കോടി നിങ്ങൾ 7 വഴിക്ക് വിതരണം ചെയ്താൽ 50 ലക്ഷമേ ഉള്ളൂ ഒരു വർഷം. നെയ്യാറ്റിൻകരയിൽ ഒരു വർഷത്തെ ചെലവാക്കാൻ 50 ലക്ഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ MP ഫണ്ടിനൊക്കെ 5, 6, 7 ലക്ഷത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്നത്. തുടർച്ചയായി 15 വർഷങ്ങളായി തിരുവനന്തപുരത്തെ MP, 2009 മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാ അംഗം, മുൻ കേന്ദ്രമന്ത്രി, മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. നിലവിലെ സിറ്റിംഗ് MP തിരുവനന്തപുരത്തിനായി എന്തു ചെയ്തു? പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടപ്പിലായോ? മുതൽ തുടർച്ചയായി 3 തവണ ലോക്സഭാ അംഗം, തിരുവനന്തപുരത്തെ വോട്ടർമാർ വിശ്വസിച്ച് ഡൽഹിക്ക് അയച്ച നേതാവ്. എങ്കിലും വോട്ടർമാരുടെ വിശ്വാസം ശശി തരൂർ തിരികെ നൽകിയോ എന്ന ചോദ്യം 4ാം തവണ അംഗത്തിനിറങ്ങുമ്പോൾ ശശി തരൂരിന് മുന്നിലുണ്ട്. 2009 ശശി തരൂർ തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിനെത്തുമ്പോൾ നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു തലസ്ഥാനത്തെ സ്പെയിനിലെ ബാഴ്സലോണയുടെ ഇരട്ട നഗരമാക്കുമെന്ന്. മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ളം, നഗരാസൂത്രണം, കായികം തുടങ്ങിയവയെല്ലാം ബാഴ്സലോണയുമായി സഹകരിച്ച് സുന്ദര നഗരമാക്കുമെന്ന പ്രഖ്യാപനം. 4ാം തവണയും മത്സരത്തിനെത്തിയപ്പോഴും ബാഴ്സലോണയും വന്നില്ല, ഇരട്ട നഗരവും വന്നില്ല. തിരുവനന്തപുരത്തെ ബാഴ്സലോണയുടെ ഇരട്ട നഗരമാക്കുമെന്ന ശശി തരൂരിന്റെ സ്വപ്ന പദ്ധതി 15 വർഷം പിന്നിടുമ്പോഴും നടപ്പായില്ല. പദ്ധതി നടക്കാത്തതിന് പിന്നിൽ CPM എന്ന ആരോപണമായിരുന്നു തരൂരിന് മുന്നിലുള്ളത്. തരൂരിന്റെ അടുത്ത പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു തിരുവനന്തപുരത്തെ ഹൈക്കോടതി ബെഞ്ച്. എന്നാൽ അതും ഇനി എത്തില്ലെന്ന സൂചന തരൂർ തന്നെ നൽകുന്നുണ്ട്. തലസ്ഥാനത്തിന് ഒരു എയിംസ് എന്ന പ്രഖ്യാപനം നടപ്പാക്കാനും സിറ്റിംഗ് MPക്ക് കഴിഞ്ഞില്ല. അവിടെ കേന്ദ്ര സർക്കാരിനെയും പ്രാദേശിക BJP നേതൃത്വത്തെയും പഴിചാരുകയാണ് ശശി തരൂർ. പൂവാർ, പൊഴിയൂർ, കോവളം, വിഴിഞ്ഞം ഉൾപ്പെടെ തീരദേശ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന തരൂർ മോഡൽ 15 വർഷത്തിനിപ്പുറവും സക്സസ് ആയില്ല. പൊഴിയൂരിലെ ജനതയ്ക്ക് വാഗ്ദാനങ്ങളല്ല, പകരം നടക്കുന്ന പദ്ധതികളാണ് വേണ്ടതെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തി തന്നെ കാട്ടിക്കൊടുത്തു. ഇതും തീരദേശ മേഖലയിൽ ശശി തരൂരിന് തിരിച്ചടിയാകുന്നുണ്ട്. 5-6 കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു സഫറിങ് അവർക്ക് തീര മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ആരും ഒന്നും ചെയ്യുന്നില്ല. ആ ഇഷ്യൂ എടുത്തിട്ട് ഞാൻ ഡൽഹി പോയി എക്സ്പേർട്സിൻ്റെ കൂടെ ഇരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കൂടെ ഇരുന്നു. അതിൻ്റെ ഒരു പരിഹാരം, ഒരു ഷോർട്ട് ടേം സൊല്യൂഷനും ലോങ് ടേം സൊല്യൂഷനും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 5-6 കൊല്ലമായിട്ട് ഇവിടുത്തെ സഫറിങ് എല്ലാം നമ്മൾ മാറ്റാൻ തയ്യാറാണ്, മുമ്പോട്ട് കൊണ്ടുപോകാനും തയ്യാറാണ്. വോട്ട് നിരോധനം എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ടിരുന്നത്. അപ്പം നമുക്ക് വന്നിട്ട് ഇപ്പോൾ പ്രോജക്റ്റ് എല്ലാം കാണിച്ചു തന്നു, നേരിട്ട് തെളിവ് സഹിതം കാണിച്ചു തന്നു. അപ്പോൾ 3 മാസത്തിൽ നമുക്ക് ഇത് ഇട്ടിരുമെന്നാണ് പറയുന്നത്. ഈ വർഷം ഞങ്ങൾ എങ്ങനെ വെച്ചാലും വോട്ടൊന്ന് ഞങ്ങൾ മാറ്റി പിടിക്കാനാണ് പോകുന്നത്. ഞങ്ങൾ BJPക്ക് വോട്ടിടാനാണ് തീരുമാനം. കാരണം ഈ നാട്ടിലുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഈ വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള വീട് വരെ പോകും ചേച്ചി. അപ്പം ഞങ്ങൾക്ക് നമ്മുടെ നാട് വിട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റുമോ? നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പം നമുക്ക് ഇവിടെയല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വർഷം അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നു, പ്രോജക്റ്റ് എല്ലാം കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ വോട്ട് ഞങ്ങൾ BJPക്ക് കുത്തി കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ തന്നെ പോരടിക്കുന്നുണ്ട്. MP എന്ന നിലയിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയാൽ വേണ്ട പണം ലഭിക്കുമെന്നായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. 15 വർഷം MP ആയിരുന്ന ശശി തരൂരിന് രൂക്ഷ വിമർശനവും. MP ഫണ്ട് മാത്രമല്ല MPക്ക് ശേഖരിക്കാവുന്ന കാശ്. MP ഫണ്ടിന് പുറമെ നമുക്ക് സംഭരിക്കാവുന്ന മറ്റ് കാശുണ്ട്. അത് ശശി തരൂരിന് അറിയാത്ത കൊണ്ടല്ല. ഒരു MP എന്ന രീതിയിൽ നമുക്ക് കേന്ദ്രമന്ത്രിമാരിൽ സമ്മർദ്ദം ചെലുത്തിയാൽ പല കാര്യങ്ങൾക്കും നമുക്ക് കാശ് കിട്ടും. അതിനുള്ള വഴി നോക്കണം.
റൂള് മാത്രം നോക്കി നമ്മളവിടെ പോയി MP ആയി പ്രവർത്തിച്ചാൽ പറ്റില്ല. 40 വർഷം കോൺഗ്രസ് ഭരണത്തിൽ മുടങ്ങിക്കിടന്ന കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് പൂർത്തിയാക്കുന്നതിലും നടപടികൾ സ്വീകരിക്കാൻ ശശി തരൂരിനായിട്ടില്ല. തരൂര് 15 വർഷം MP ആയിരുന്നു. കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടും പരിഗണിക്കാത്ത ബൈപ്പാസാണ് നരേന്ദ്രമോദി ഭരണത്തിലൂടെ സാക്ഷാത്കരിച്ചത്. വർഷത്തെ സിറ്റിംഗ് MP-യുടെ വിലയിരുത്തൽ കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലസ്ഥാനവാസികൾക്ക്. സിറ്റിംഗ് MP ശശി തരൂർ എന്തു ചെയ്തുവെന്ന് ജനം തന്നെ ചോദിക്കുന്നുണ്ട്. മാറ്റവും പ്രതീക്ഷിക്കുകയാണ് തിരുവനന്തപുരത്തെ പ്രിയ വോട്ടർമാർ. ജനം, തിരുവനന്തപുരം.